ചാർജ് കൊടുത്ത് ട്രയൽ ഫസ്റ്റ് ചാർജില്ലേ അതാണിപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം അന്വേഷിച്ച് കൊടുത്ത ചാർജ് വെരിഫൈഡ് റിപ്പോർട്ട് അതിലെ ആരോപണം കോടതി വിശ്വസിച്ചു അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അവിടെ DYSPമാരുണ്ട്, SP-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നാണ് ദിലീപിനെ വിട്ട് ഞാൻ കയറുന്നത്. ആ സീനിയർ ഉദ്യോഗസ്ഥനെ പിന്നീട് ആ കേസിൽ നിന്ന് ആ ചുമതലയിൽ നിന്ന് പെട്ടെന്ന് നീക്കിയത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടാണോ? നീക്കിയില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും ടീമിലുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ കൊടുക്കുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു. ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എന്റെ ഒരു വിശ്വാസം തെളിവുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥ ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് ഗൂഢാലോചന നടത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ടോ? അവര് പങ്ക് ഞാൻ പരമാവധി സംശയിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കളുടെ കക്ഷിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നു. ജഡ്ജിമെന്റ് കണ്ടു പറയും. ജഡ്ജിമെന്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിന്റെ അന്വേഷണം കഴിച്ച് പ്രസ്ഥാനം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ ഗൂഢാലോചന ഒരു കാര്യമില്ലാതെ ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് റിക്കവറി നടത്തിയൊക്കത്തുള്ളൂ. റിക്കവറി എടുത്താൽ പ്രത്യേക കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിൻ്റെ അമ്മ, പ്രായമായ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്രതിയെ കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് വൈദ്യുതി പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു. ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. പിന്നെ ഒന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെ നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ. കാരണം ഈ അതിജീവിതയ്ക്ക് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി വ്യക്തിവിരോധം ഉള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പ്രതികരണമാണ്.